ഹലോ ഗായ്സ്, ഇന്നെൻ്റെ വീട്ടിലൊരു ഞായറാഴ്ച ദിവസം കണ്ടാലോ? രാവിലെ തന്നെ എണ്ണീറ്റ് വന്നപ്പോഴത്തേന് ഏതാണ്ട് 9 മണിയാകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോഴത്തേന് ഇവിടെ വീടും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. നാളെ ഇവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം വീടും പരിസരമൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെ പതിവ് പോലെ ഇന്നും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പല്ല് തേച്ച് കുളിച്ചിട്ട് വന്നു. കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ടെന്നാൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും കടലക്കറിയായിരുന്നേ. അപ്പോൾ 2-3 ദോശയും കറിയൊക്കെ എടുത്തിട്ട് ഞാനത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. കുറേ നാളിന് ശേഷമാണ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ വന്ന് കയറി നോക്കുമ്പോൾ ഉണ്ടടാ അതേ എല്ലാവരും ഫോണിൽ കയറി ഇരിക്കുവന്നേ. അത് കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ ഐസ്ക്രീമും കൊണ്ടുവന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതിരുന്ന് കഴിച്ചു. ഈ കാണുന്നതാണ് എൻ്റെ ചേച്ചിയുടെ മൂത്ത സന്തതി മാളവിക എസ്. ആൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതാണ് ഇളയാൾ അവന്തിക. ഇത്ര ഉത്തരവാദിത്തമുള്ളൊരു കൊച്ചിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിച്ച പാത്രം സ്വന്തമായിട്ട് കഴുകി വെക്കും. പാവമാന്നേ, ആ നിഷ്കളങ്കമായ ചിരി കണ്ടോ? ആരാ ഇതിൽ വീണു പോകാത്തത്? ആ 2 കുരുപ്പുകളുടെ കലാവിരുതുകളാണ് നിങ്ങളിപ്പോൾ ഈ ഭിത്തിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേരെല്ലാം കൂടെ സാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സാറ്റ് കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുഴഞ്ഞു വന്നപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ ടാങ്ക് കലക്കി എല്ലാവർക്കും കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ടാങ്ക് കലക്കി എല്ലാവർക്കും കൊടുത്തു. അതൊക്കെ കുടിച്ച് എല്ലാവരും ഇരുന്നു. പിന്നെ എനിക്ക് പഞ്ചായത്തിൽ വരെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വേറൊരു കസിൻ ചേച്ചിയായിട്ട് പഞ്ചായത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. ചേച്ചിയുടെ ഉരുപ്പാണിത്, അഥർവെന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചത്. പരിപ്പും മീൻകറിയൊക്കെ ആയിരുന്നു ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേന് ഇതാണ്ട് പരിസരമെല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതുന്ന ചുമ്മാ ആറ്ററമ്പ് വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാറ്റ് കൊണ്ടിട്ട് നേരെ ഞാനും അമ്മയും കൂടെ കുമാരകോടി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു സ്പോട്ടാണ് ഈ കുമാരകോടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം മിക്ക വൈകുന്നേരങ്ങളിലും അവിടെ പോകാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല്ലനയാറ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ വന്ന്. ഈ കാണുന്നതാണ് കുമാരകോടി സ്കൂള്. ഈ സ്ഥലത്തിന് കുമാരകോടി എന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി കുമാരനാശൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ കുമാരകോടി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമായതിനാലാണ് ഇതിന് കുമാരകോടി എന്ന് പേര് വന്നത്. ഈ ചുവരിൽ കാണുന്ന ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളിലെ ഓരോ കഥാപാത്രങ്ങളുടേതാണ്. അങ്ങനെ അതൊക്കെ കണ്ട് പുറത്തിറങ്ങി കുറച്ച് നേരം ആറിൻ്റെ സൗന്ദര്യ ഭംഗി ആസ്വദിച്ച് ഞാനും അമ്മയോട് സംസാരിച്ചിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഉണ്ടടാ അതേണ്ട ഇവിടെ ഒരു ബ്രൈഡൽ ഷൂട്ട് കിടക്കുന്നു. അതും നോക്കി കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ട് ഞാനും അമ്മയും തിരിച്ച് വീട്ടിൽ വന്നു. ഇവിടെ ഈ വട്ടം അത്യാവശ്യം പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും അമ്മയും കൂടെ കുറച്ച് പുളിയൊക്കെ പറിച്ചിട്ട് അതുകൊണ്ട് വല്യമ്മയ്ക്ക് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ പുളിയെല്ലാം കൂടെ പറിച്ച് കവറിലാക്കി ഞാനും അമ്മയും കൂടെ ദേ വല്യമ്മയുടെ വീട്ടിൽ വന്നേ. ഈ കാണുന്നതാണ് എൻ്റെ അമ്മയുടെ 2ാമത്തെ ചേച്ചി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. ഇത് കണ്ടോ, ഞാൻ പണ്ട് പഠിച്ച എൻ്റെ അംഗനവാടി. വല്യമ്മ ഇവിടുത്തെ അംഗനവാടി ടീച്ചറായിരുന്നു. ഇപ്പം റിട്ടയർഡായി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ മാമി രാമായണം വായിക്കുമായിരുന്നു. മാമനാണ് ന്യൂസും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മാമി രാമായണമൊക്കെ വായിച്ച് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ചായ ഇട്ട് തന്നു. ചായയുടെ കൂടെ ഹൽവയും പിന്നെ ഒരു ചിപ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. മാമി അടുക്കളയിൽ പണിയായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോഴത്തേനും മാമി മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും മീൻകറിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.